വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 7 ദിവസങ്ങളിലായി നടന്നിരുന്ന 11ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. ബ്രഹ്മശ്രീ ചെത്തല്ലൂർ എടമന വാസുദേവൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 7 ദിവസങ്ങളിലായി നടന്നിരുന്ന 11ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. ഏപ്രിൽ 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു സപ്താഹയജ്ഞം നടന്നത്. ബ്രഹ്മശ്രീ ചെത്തല്ലൂർ എടമന വാസുദേവൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ രാമചന്ദ്ര അയ്യർ തൃശൂർ, ബ്രഹ്മശ്രീ പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ സഹാചാര്യന്മാരായിരുന്നു. സമാപന ദിവസത്തിൽ ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, 6 മണിക്ക് വിഷ്ണു സഹസ്രനാമജപം, പ്രാർത്ഥന, തുടർന്ന് ശ്രീമദ് ഭാഗവത പാരായണം എന്നിവ നടന്നു. ആ മുഖത്തെ ഭാവപ്രകടനം അതൊക്കെ സാത്വിക ഭാവമാണ്. സാത്വിക ഗുണം ഉള്ളിലുണ്ടാവുകൊണ്ടാണ് നമുക്ക് ലജ്ജ. എന്ത് തെറ്റ് പറ്റിയാലും ഒരു കൂസലും ഇല്ലാണ്ട് പോണത് ആ സാത്വിക ഭാവം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സാത്വിക ഭാവങ്ങൾ ഇങ്ങനെ കുറേ എണ്ണം പറയുന്നു. അതുപോലെ തന്നെ രാജസഭാവങ്ങൾ, ആഗ്രഹം, പ്രയത്നിക്കുക, എന്തായാലും സന്തോഷം വരാതിരിക്കുക, പിന്നെയും വേണം എന്നുള്ള തോന്നൽ, യുദ്ധം, എവിടെയെങ്കിലും തമ്മിൽ കണ്ടാൽ പോയി നോക്കി നിൽക്കാനുള്ളൊരു താല്പര്യം, യുദ്ധത്തിനോടൊരു താല്പര്യം, ഈ വക കാര്യങ്ങൾ കുറേ എണ്ണം. അതുപോലെ മറ്റുള്ളവരെ പരിഹസിക്കുക, അതും രജോ ഗുണത്തിൻ്റെ പ്രകടമായ ഭാവങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൊണ്ട് നടന്നോളൂ എന്ന് പറയാം. ആദ്യത്തെ ആണെങ്കിൽ അത് ഉറപ്പിച്ചോളൂ എന്ന് പറയാം. ശ്രവണഫലം, യജ്ഞസമർപ്പണം, പ്രസാദ വിതരണം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്.